ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് 19 കണ്ടസ്റ്റൻസിലൂടെ ഒന്ന് പോകാം. ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റിയും പ്രേക്ഷകർക്കുള്ള അഭിപ്രായം ഒന്ന് കമന്റിലിടുക. ആദ്യം തന്നെ ആദ്യ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ ക്യാപ്റ്റനായ അർജുൻ നിലപാടുകളിൽ അത്ര ഉറപ്പില്ലാത്ത ഒരാളായി തോന്നി. എന്നാൽ പോലും ക്വാളിറ്റിയുള്ള പേഴ്സണാലിറ്റി എന്ന് പറയാം. ബട്ട് ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടില്ല, മൊത്തത്തിൽ അങ്ങ് ഒതുങ്ങി നിൽക്കുകയാണ്. രണ്ടാമതായി രതീഷ് ബിഗ് ബോസ് ഷോയെ പറ്റി അത്യാവശ്യം എല്ലാം പഠിച്ച് ബിഗ് ബോസിൽ എങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വ്യക്തമായി അറിയാം. നല്ല ബുദ്ധിയുമുണ്ട്. എന്നാൽ പഠിച്ച അടവുകളൊക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്യാൻ അറിയില്ല. പ്രേക്ഷകരെ വെറുപ്പിക്കാതെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ സീസൺ 6 മികച്ച ഭാവിയുണ്ട്, ഇന്ന് പുറത്തു പോയില്ലെങ്കിൽ. മൂന്നാമതായി ജാസ്മിൻ നല്ല പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റന്റ് ആണ്. നല്ല രീതിയിൽ സംസാരിക്കാനും അറിയാം, എങ്ങനെ വഴക്കുണ്ടാക്കണമെന്നും അതുപോലെ എങ്ങനെ ന്യൂട്രലായി നിൽക്കണമെന്നും അറിയാം. ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെ. എന്നാൽ ഗബ്രിയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം. 4 സിജോ നന്നായി സംസാരിക്കാൻ അറിയാം, എവിടെ എന്ത് പറയണമെന്നുള്ള വ്യക്തതയുണ്ട്. ടാസ്കുകളെ വളരെ ഇന്റലിജന്റ് ആയി കൈകാര്യം ചെയ്യാനും സിറ്റുവേഷൻസ് യൂസ് ചെയ്യാനും റിയാക്ട് ചെയ്യാനും അറിയാം. നല്ല പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റന്റ് ആണ് സിജോ. എന്നാൽ മുൻ സീസൺ കണ്ടസ്റ്റൻസിന്റെ സ്റ്റൈൽ കാണിക്കാതെ നിന്നാൽ നന്നാകും. അതുപോലെ ഓവർ കോൺഫിഡൻസും ഒഴിവാക്കിയാൽ സീസൺ 6 നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ്. 5 റോക്കി തീർത്തും ഇമേജ് കോൺഷ്യസ് അല്ല, സ്പോട്ടിൽ റിയാക്ട് ചെയ്യാൻ അറിയാം. ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കുറച്ച് ഓവർ തിങ്കിങ് ഉണ്ട്, അത് ചിലപ്പോൾ നെഗറ്റീവ് ആയേക്കാം. 6 ഗബ്രി നിലവിൽ ഭയങ്കര സംഭവമാണെന്ന ഭാവം. ഫീമെയിൽ കണ്ടസ്റ്റൻസിന്റെ അടുത്താണ് കൂടുതലും സമയം. അതുപോലെ വീക്കായ ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ തേടി പിടിച്ച് വഴക്കുണ്ടാക്കി ഷോ കാണിക്കലാണ് മെയിൻ. പവർ റൂമിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുമെന്ന് കണ്ടറിയണം. മുൻനിരയിൽ വരാതെ പിൻനിരയിൽ നിന്നാണ് കളികൾ മുഴുവൻ. അതുപോലെ ജാസ്മിനുമായ ഒരു ഫ്രണ്ട്ഷിപ്പ് കപ്പിൾ കോംബോ ഒക്കെ ഉണ്ടാക്കി കണ്ടന്റ് കിട്ടുമോ എന്ന് ശ്രമിക്കുന്നുമുണ്ട്. 7 ശ്രീരേഖ ഓവർ ആറ്റിറ്റ്യൂഡും പേഴ്സണൽ ഗ്രഡ്ജസും വെച്ച് ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകുന്നു. ലോകം മുഴുവൻ സ്വന്തം തലയിലാണെന്ന ഭാവമാണ്. ഇതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമാവാൻ ചാൻസ് കുറവാണ്. 8 യമുന റാണി ബിഗ് ബോസ് ഹൗസിൽ താൻ എന്തോ ആണെന്ന ഭാവമുണ്ട്. അതുപോലെ ഓവർ പ്രൊവോക്കഡ് ആകാതെ കുറച്ചുകൂടി പക്വത കാണിച്ചാൽ പ്രേക്ഷകർക്ക് കുറച്ച് താല്പര്യം തോന്നും. ബിഗ് ബോസ് ഹൗസിന്റെ മേൽനോട്ടക്കാരിയാണെന്ന ഭാവം മാറ്റിയാൽ തന്നെ നന്നാവും. 9 ജാൻമണി ആളൊരു ഭാവമാണ്. ബിഗ് ബോസ് ഗെയിമിനെ പറ്റിയൊന്നും വലിയ ധാരണകളില്ല. അത്യാവശ്യം എന്റർടൈൻ ചെയ്യിപ്പിക്കാനും അറിയാം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമായേക്കാം. അതുപോലെ തന്നെ മലയാളം വ്യക്തമായി സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ പറയുന്നതൊന്നും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത് നെഗറ്റീവ് ആയേക്കാം. 10 ശ്രീതു അത്യാവശ്യം അഗ്രസീവാണ്, ആവശ്യമുള്ളിടത്ത് മാത്രമേ സംസാരിക്കൂ. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആക്റ്റീവാണെന്ന് പറയാൻ സാധിക്കില്ല, ഇതുവരെയും ഗെയിമിലേക്ക് വന്നിട്ടില്ല. 11 ശരണ്യ സൈലന്റ് ആണ്, അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ സംസാരിക്കൂ. എന്നാൽ എല്ലാം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്, ഗെയിമിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല. 12 അപ്സര ബിഗ് ബോസ് ഹൗസിലെ നന്മമരമെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ന്യൂട്രൽ അടിച്ച് ബിഗ് ബോസ് ഹൗസിൽ മാക്സിമം നിൽക്കുക എന്നതാണ് ഉദ്ദേശം. പ്രേക്ഷകർക്ക് എന്റർടൈൻ തരുന്നതിൽ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. 13 ജിൻഡോ ആളൊരു പാവമാണ്, കാണുന്ന മസിൽ പവർ മാത്രമേ ഉള്ളൂ, എന്തെവിടെ പറയണമെന്ന് അറിയില്ല. അതുപോലെ ബിഗ് ബോസ് ഗെയിമിനെ പറ്റി വലിയ ധാരണയില്ലാത്ത ഒരാളെ പോലെയാണ് പെരുമാറ്റം. 14 അൻസിബ ഇതുവരെയും ബിഗ് ബോസ് ഹൗസിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ സാധിക്കാത്ത കണ്ടസ്റ്റന്റ്. വളരെ ഇമേജ് കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു. റിയാക്ട് ചെയ്യാനൊക്കെ ഒരു മടിയുള്ളതുപോലെ എല്ലാത്തിനും സമയമെടുത്താണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സ് കീഴടക്കാൻ സാധ്യതയില്ല. 15 ഋഷി ഫാമിലി പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. എന്നാൽ നിലവിൽ എവിടെ നിൽക്കണമെന്നറിയില്ല, ഏത് ഗ്രൂപ്പിലേക്ക് ചാടണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ളതുപോലെ. അതുപോലെ അധികം ഓപ്പൺ ആകാത്തതുപോലെ തോന്നി, ഗെയിമിലേക്കും അധികം എത്തിയിട്ടില്ല. 16 നോറ ഇമോഷണലി വീക്കായ ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇമോഷണൽ കാര്യങ്ങളിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. 17 സുരേഷ് ഗെയിമിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്നാണ് അഭിപ്രായം. മുന്നോട്ടും ബിഗ് ബോസ് ഹൗസിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രകടനമൊന്നും നടത്താൻ സാധ്യതയുമില്ല. 18 നിഷാന മൊത്തത്തിൽ ആളൊരു കൺഫ്യൂഷനിലാണ്, എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് അറിയാത്തതുപോലെ. ആദ്യം കാണിച്ച ആറ്റിറ്റ്യൂഡൊക്കെ മാറി എന്തെന്നറിയാതെ നടക്കുന്നു. 19 റസ്മിൻ ബായി ആദ്യ ദിവസങ്ങളിൽ കണ്ടതിലും മുൻനിരയിലേക്ക് കയറി വരുന്നുണ്ട്. ബട്ട് രതീഷിന്റെ അടുത്ത് മാത്രം ഓവർ ട്രിഗേർഡായി റിയാക്ട് ചെയ്യാൻ നിന്നാൽ പ്രേക്ഷകരുടെ വെറുപ്പ് ഉണ്ടായേക്കാം. ബട്ട് രതീഷ് ഇന്ന് പുറത്തു പോകുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഒരാഴ്ച കൊണ്ട് സീസൺ 6 എത്തിയ കണ്ടസ്റ്റൻസിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് വിലയിരുത്തൽ. ഇതുവരെയും ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ സീസൺ 6 ആരും തന്നെയില്ല. സോ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് പറയുക. മറ്റൊരു വീഡിയോയിൽ കാണാം.